വനിതാ സംവരണത്തെ പ്രതിപക്ഷം എതിർക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ വനിതാ സംവരണ ഭേദഗതി ബിൽ കൊണ്ടുവന്നത് അത് ഒളിച്ചുകടത്തലാണ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മണ്ഡല പുനർനിർണയമാണ് ലക്ഷ്യം. അതുവഴി സീറ്റുകളുടെ എണ്ണം കൂട്ടി 2029-ലും BJP അധികാരത്തിലെത്തിക്കുവാനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതിനാൽ വനിതാ സംവരണ ഭേദഗതി ബിൽ മാറ്റിവെക്കണം എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇപ്പോൾ മണ്ഡല പുനർനിർണയം ആവശ്യമില്ല എന്ന കാര്യവും പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. പുതിയ സെൻസസ് അനുസരിച്ചുള്ള മണ്ഡല പുനർനിർണയം മതി എന്നുള്ള നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം പഴയ സെൻസസ് അനുസരിച്ച് മണ്ഡല പുനർനിർണയം നടത്തി അതുവഴി വനിതാ സംവരണം നടപ്പാക്കുവാനാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ നീക്കം. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുകയാണ്. കിരൺ, ഇത് ഇരുതല മൂർച്ചയുള്ള വാളാണ് പ്രതിപക്ഷത്തിന് മുന്നിലേക്ക് കേന്ദ്ര സർക്കാർ ഇട്ടുകൊടുത്തിരിക്കുന്നത്. വനിതാ സംവരണത്തെ ഒരു കാരണവശാലും എതിർക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല എന്ന് ഭരണപക്ഷത്തിന് അറിയാം. പക്ഷേ ഇവിടെ പ്രതിപക്ഷം ശക്തമായി തന്നെ എതിർപ്പ് അറിയിക്കുന്നുണ്ടല്ലോ, ആ ഒളിച്ചു കടത്തൽ നടക്കില്ല എന്നുള്ള കാര്യം. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ബിൽ അവതരിപ്പിക്കുന്നതിന് മുൻപായിട്ട് പ്രതിപക്ഷത്തിന് പറയുവാൻ അവസരം കിട്ടിയത്? മഞ്ജുഷ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മഞ്ജുഷ പറഞ്ഞത് തന്നെയാണ്. ഈ വിഷയം വനിതാ സംവരണ ബില്ലിനെ അത് നടപ്പാക്കുന്നതിനെ പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും എതിർക്കാൻ കഴിയില്ല. അവരെല്ലാവരും കൂടി യോജിച്ചാണ് അങ്ങനെ ഒരു ബിൽ പാസ്സാക്കിയത്. അതിൽ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ കക്ഷിയും അതിൽ വിയോജിപ്പ് അറിയിച്ച കക്ഷികളല്ല. ഐകണ്ഠ്യേന പാസ്സാക്കിയ ഒരു ബില്ലാണ്. പക്ഷേ ഈ ബില്ല് നടപ്പാക്കാൻ വേണ്ടി, വനിതാ സംവരണം നടപ്പാക്കാൻ വേണ്ടി ഇപ്പോൾ ആകെ പാർലമെൻറ്റ് 543 അംഗ പാർലമെൻറ്റ് ലോക്സഭാംഗങ്ങളുടെ എണ്ണം അത് 850 ആക്കി വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ നിലവിൽ ഉള്ള ഏതെങ്കിലും തരത്തിൽ പുരുഷന്മാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ പുരുഷന്മാരാണ് ഇപ്പോൾ മഹാഭൂരിപക്ഷം സീറ്റുകളിൽ മത്സരിക്കുകയൊക്കെ ചെയ്യുന്നത്, അവരുടെ അവസരം നഷ്ടപ്പെടാതെ കൂടുതൽ സ്ത്രീകൾക്ക് അവസരം ലഭ്യമാക്കുക, അങ്ങനെ ഒരു നീക്കമാണ് NDAയുടെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വെക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് നിലവിൽ എത്ര അംഗങ്ങളുണ്ടോ അവിടെ സംവരണം നടപ്പാക്കുകയാണെങ്കിൽ അതിൽ 1/3 പേർക്ക് സ്ത്രീ സംവരണം നടപ്പാക്കാം. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല, അത് എപ്പോൾ വേണമെങ്കിലും നടപ്പാക്കാം, അതിൽ എതിർപ്പില്ല എന്ന് പറയുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അങ്ങനെയല്ല, അത് 50% സീറ്റ് കൂടി വർദ്ധിപ്പിക്കുക. അങ്ങനെ വർദ്ധിപ്പിച്ചതിന് ശേഷം ആ വർദ്ധിപ്പിച്ച സീറ്റുകളിൽ 1/3 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യുക. ഇത് നേരത്തെ ബില്ല് 2023 അവതരിപ്പിക്കുന്ന സമയത്തുണ്ടായിരുന്നത് ഏറ്റവും അവസാനത്തെ കനേഷുമാരി അനുസരിച്ച്, ഏറ്റവും അവസാനത്തെ സെൻസസ് അനുസരിച്ച് ആ കണക്കനുസരിച്ച് സീറ്റുകൾ പുനർനിർണ്ണയിക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ അടുത്ത 2029 തെരഞ്ഞെടുപ്പിലേക്ക് ഇനി അങ്ങനെ ഒരു കനേഷുമാരിയുടെ അടിസ്ഥാനത്തിൽ ഒരു മണ്ഡല പുനർനിർണ്ണയം സാധ്യമാകില്ല. അതുകൊണ്ട് കഴിഞ്ഞ കനേഷുമാരിയുടെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണ്ണയം എന്നൊരു ആശയമാണ് ആദ്യം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് അംഗീകരിക്കില്ല എന്നുള്ള ഉറച്ച നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒറീസ പോലെ ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം നടപ്പാക്കിയ സംസ്ഥാനങ്ങൾക്കെല്ലാം അവരുടെ പ്രാതിനിധ്യം കുറയും, അവരുടെ ലോക്സഭാ പ്രാതിനിധ്യം കുറയുകയും ആ നിർദ്ദേശം ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കാതെ 3-4 കുട്ടികൾ വീതമൊക്കെ ഉണ്ടായിരുന്ന അത്തരം സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശ് അടക്കമുള്ള പ്രധാനപ്പെട്ട രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. പ്രധാനമായും BJPക്ക് വലിയ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലാണ് അങ്ങനെ കൂടുതൽ ജനസംഖ്യയുള്ളത്. ആ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ സ്വാഭാവികമായും എണ്ണം കൂടും. അങ്ങനെ ഒരു നിർദ്ദേശം വന്ന് ഒരു കാരണവശാലും അംഗീകരിക്കൽ നിലപാട് സ്വീകരിക്കുന്നു. ഇപ്പോൾ അനൗദ്യോഗികമായി കേന്ദ്ര സർക്കാർ പറയുന്നത് മറ്റൊരു നിർദ്ദേശമാണ്. നിലവിൽ എത്ര ഓരോ സംസ്ഥാനത്തിനും എത്ര MPമാരുണ്ടോ, എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ടോ അതിൻ്റെ 50% വീതം വർദ്ധിപ്പിക്കുക. അതിൻ്റെ 50% വർദ്ധിപ്പിച്ച് അതിൽ 1/3 സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തുക എന്നൊരു നിർദ്ദേശം കൂടി വെക്കുന്നു. പക്ഷേ ഔദ്യോഗികമായി അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടില്ല. പക്ഷേ ആ നിർദ്ദേശമടക്കം മണ്ഡല ആ ഒരു നിർദ്ദേശം ഔദ്യോഗികമായിട്ട് പാർലമെന്റിൽ അമിത്ഷാ മുന്നോട്ട് വെക്കും എന്നായിരുന്നുവല്ലോ കരുതിയിരുന്നത്. പക്ഷേ അത് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള അറിയുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷം ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ 2011 സെൻസസ് അനുസരിച്ചാണെങ്കിൽ 23 സീറ്റുകളാണ് കേരളത്തിൽ 20-ൽ നിന്ന് ഉയരേണ്ടത്. പക്ഷേ ഈ 50% ഫോർമുല വരുമ്പോൾ 30 എന്നാകും. അങ്ങനെയാണെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റില്ലേ എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മൊത്തത്തിൽ 50% ഓരോ സംസ്ഥാനത്തും പ്രാതിനിധ്യം കിട്ടുകയാണെങ്കിൽ. പക്ഷേ ഇതിലൊരു ഔദ്യോഗികമായിട്ട് കണക്ക് അവതരണം ഉണ്ടായിട്ടില്ല അല്ലേ? അങ്ങനെ ഒരു ഔദ്യോഗികമായി എവിടെയും കിരൺ റിജിജു പുറത്തു പറഞ്ഞതല്ലാതെ പാർലമെന്റിൽ ഇന്ന് ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അമിത്ഷാ അങ്ങനെ ഒരു വാചകം എവിടെയും അതിൽ പറഞ്ഞിട്ടില്ല. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പ്രധാനമന്ത്രി പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇത് പറയും എന്നാണ് ചില സൂചനകളൊക്കെ പുറത്തു വരുന്നത്. പക്ഷേ ഒരു കാരണവശാലും മണ്ഡല പുനർനിർണ്ണയം എന്നുള്ളത്, മണ്ഡല പുനർനിർണ്ണയം അംഗീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് കേന്ദ്ര സർക്കാരാണ് നടപ്പാക്കുന്നത്. കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള ഒരു സിറ്റിംഗ് ജഡ്ജിയായിരിക്കും അതിന് നേതൃത്വം കൊടുക്കുന്നത്. എപ്പോഴും ഏത് കാലത്ത് അത് നടന്നാലും ആ സർക്കാരിന് ആരാണോ ഭരിക്കുന്നത് ആ ഭരണത്തിന് കൂടുതൽ സ്വാധീനമുള്ള തരത്തിലേക്കായിരിക്കും മണ്ഡലങ്ങളെ പുനർനിശ്ചയിക്കുന്നത്. അങ്ങനെ കേരളത്തിലൊക്കെ മുമ്പ് നടന്നപ്പോഴുമൊക്കെ സമാനമായ ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു മണ്ഡല പുനർനിർണ്ണയം ഈ വനിതാ സംവരണ ബില്ലിന് ആവശ്യമില്ല. വനിതാ സംവരണ ബില്ലിനെയും മണ്ഡല പുനർനിർണ്ണയത്തെ കൂട്ടിക്കുഴക്കേണ്ടതില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇന്ത്യ ബ്ലോക്കിലെ എല്ലാ കക്ഷികളും നിൽക്കുന്നത്. ഇന്ന് സംസാരിച്ച തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായാലും അതോടൊപ്പം തന്നെ DMKയിൽ നിന്ന് സംസാരിച്ച ബാലു ആയാലും എല്ലാ നേതാക്കളും, CPM-ൽ നിന്ന് K. രാധാകൃഷ്ണൻ സംസാരിച്ചു, NK. പ്രേമേന്ദ്രൻ സംസാരിച്ചു,
അസുദ്ദീൻ ഒവൈസി സംസാരിച്ചു. അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നിരയിലെ പാർട്ടികളിലെ നേതാക്കളെല്ലാം തന്നെ അവർ ഐകകണ്ഠ്യേന തന്നെ ഇത്തരമൊരു നീക്കത്തെ പൂർണ്ണമായും എതിർക്കുകയാണ്. അവർ പറയുന്നത് വനിതാ സംവരണം നടപ്പാക്കണമെങ്കിൽ നടപ്പാക്കാൻ തയ്യാറാണ്. ആ വനിതാ സംവരണം നിലവിൽ ഉള്ള 543 സീറ്റുകളിൽ 3-1 സീറ്റുകൾ വനിതകൾക്ക് നൽകുക, വനിതകൾക്ക് നൽകിക്കൊണ്ട് വനിതാ സംവരണം നടപ്പാക്കുക എന്നതാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ അങ്ങനെയല്ല. നിലവിൽ 543 850 ആക്കി വർദ്ധിപ്പിക്കണം. അതിന് 2 ഫോർമുലയാണ് അവരുടെ മുന്നിലുള്ളത്. ഔദ്യോഗിക ഫോർമുല ഇപ്പോഴും ഏറ്റവും അവസാനത്തെ സെൻസസ് ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ അത് രണ്ടാമത് തിരുത്തൽ വന്നത് അവസാനത്തെ സെൻസസിന് പകരം കഴിഞ്ഞ സെൻസസ് 2011 സെൻസസ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാക്കിയിരിക്കുന്നു. മറ്റൊരു അനൗദ്യോഗിക ഫോർമുല എന്ന് പറയുന്നത് നിലവിലുള്ള ഓരോ സംസ്ഥാനങ്ങൾക്കും എത്ര സീറ്റുകളുണ്ടോ ആ സീറ്റുകളുടെ 50% വീതം വർദ്ധിപ്പിക്കുക എന്നൊരു ഫോർമുലയാണ്. അതിലും വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. എന്തായാലും മണ്ഡല പുനർനിർണ്ണയം എന്നുള്ളത് വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ഒന്നല്ലെന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ളതാണെന്നും 2029 തെരഞ്ഞെടുപ്പിൽ BJPക്ക് വളഞ്ഞ വഴിയിലൂടെ അധികാരത്തിലെത്താൻ വേണ്ടിയുള്ള ഒന്നാണെന്നും അത് അംഗീകരിക്കില്ല. അങ്ങനെ ഒരു ഉറച്ച നിലപാടാണ് 2023 തന്നെ വനിതാ സംവരണ ബിൽ പാസ്സായതാണ്. അതിലാണ് ഇപ്പോൾ ഭേദഗതി വരുത്തുന്നത്. ഇപ്പോൾ ഇത് വോട്ടിനിട്ട് പാസ്സാകണമെങ്കിൽ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ 2/3 ഭൂരിപക്ഷം കിട്ടുവാൻ ഒരു സാധ്യതയും കാണുന്നില്ലല്ലോ അംഗബലം വെച്ചുകൊണ്ട്. അപ്പോൾ ഇത് അവതരിപ്പിച്ചാൽ മതി, അങ്ങനെ പ്രതിപക്ഷത്തെ കുടുക്കിലാക്കുവാനുള്ള ഒരു നീക്കം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമല്ലോ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തീർന്നിട്ടില്ല. ബംഗാൾ അതിനിർണായകമാണ്. തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ വനിതാ സംവരണം നടപ്പാക്കുവാൻ പ്രതിപക്ഷം അനുവദിക്കുന്നില്ല. ആ ഒരു പ്രചാരണം ശക്തമാക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിന് പിന്നിൽ ഉണ്ടാവുമല്ലോ. പാസ്സാകുവാനുള്ള സാഹചര്യം ഇപ്പോൾ കാണുന്നതേ ഇല്ലല്ലോ. മഞ്ജുഷ, നമുക്ക് പൂർണ്ണമായും അക്കാര്യം പാസ്സാകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ഈ അസാധ്യമായ പല ഇത്തരം കാര്യങ്ങളുമൊക്കെ പലതരത്തിൽ MPമാരെയും പാർട്ടികളെയും ഒക്കെ സമ്മർദ്ദപ്പെടുത്തി കേന്ദ്ര സർക്കാരാണ് നിൽക്കുന്നത്. കേന്ദ്ര സർക്കാർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പല സംസ്ഥാനങ്ങളുടെയും സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. അവരുടെ കേസുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപക്ഷം ഭരിക്കുന്ന പല സംസ്ഥാനങ്ങൾക്കുമുണ്ട്. അങ്ങനെ പല ഈ ബാക്ക് ഡോർ ഓപ്പറേഷൻ മുതൽ ഫ്രണ്ട് ഡോർ ഓപ്പറേഷൻ വരെ പലതും ഫലപ്രദമായി നടപ്പാക്കാൻ അറിയാവുന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ. അതുകൊണ്ട് തന്നെ ഇത് നടപ്പാകില്ല. നിലവിലെ കണക്കനുസരിച്ച് മഞ്ജുഷ് പറഞ്ഞത് കറക്റ്റാണ്. നിലവിലെ കണക്കനുസരിച്ച് ഒരു കാരണവശാലും നടപ്പാകില്ല. ഇന്നിപ്പോൾ ആകെ 333 പേരാണ് സഭയിലുണ്ടായിരുന്നത്. അതിൽ 207 പേരാണ് അനുകൂലിച്ച് വോട്ട് ചെയ്തത്, 126 പേരാണ് എതിർത്ത് വോട്ട് ചെയ്തത്. ഇന്ന് ആണെങ്കിൽ പോലും അവിടെ അങ്ങനെ ഒരു ഭൂരിപക്ഷം ഉണ്ടായി. അങ്ങനെ ഒരു ഭൂരിപക്ഷം ഇന്നത്തെ കണക്കിൽ പോലും ഇല്ല. യഥാർത്ഥത്തിൽ 3/2 ഭൂരിപക്ഷം അവർക്ക് ഇന്നും ലഭിക്കുന്നില്ല. 3/2 ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ 223 അംഗങ്ങളുടെ വോട്ട് ലഭിക്കണമായിരുന്നു. അത് ഭരണപക്ഷത്തിന് ലഭിച്ചിട്ടില്ല. എന്തായാലും നാളെ വോട്ടെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വോട്ടെടുപ്പ് നടക്കുമ്പോൾ മുഴുവൻ അംഗങ്ങളെയും ഹാജരാക്കുവാനുള്ള ശ്രമം നടക്കും. അങ്ങനെ വരികയാണെങ്കിലും നിലവിലെ അംഗബലം അനുസരിച്ച് ലോക്സഭയിലെ അംഗബലം അനുസരിച്ച് 293 നിന്ന് 360 അംഗങ്ങളുടെ പിന്തുണ ആവശ്യമായി വരുമല്ലോ കേന്ദ്ര സർക്കാരിന് ഈ ബിൽ പാസ്സാക്കിയെടുക്കാൻ. അതിനുള്ള എന്തെങ്കിലും കണക്കിലെ മാജിക് ഉണ്ടോ കേന്ദ്ര സർക്കാരിന്റെ പക്കൽ? ഇപ്പോൾ ഏതെങ്കിലും പാർട്ടികളെ അനുനയിപ്പിച്ചാൽ പോലും അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മഞ്ജുഷ, ഇതിനെ 2 തരത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, അങ്ങനെ നിലവിലെ കണക്കനുസരിച്ച് പ്രതിപക്ഷ പാർട്ടികളെല്ലാം അതേ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും സർക്കാരിന് ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്ന് അത് വോട്ടെടുപ്പിനിട്ട് പാസ്സാക്കാൻ കഴിയില്ല. അത് ഒരു ഘടകം. രണ്ടാമത്തെ ഒരു ആംഗിൾ നോക്കേണ്ടത് ഈ ആകെ ഹാജരാകുന്ന അംഗങ്ങളുടെ 2/3 എന്നുള്ളതാണ് കണക്ക്. പല പാർട്ടികൾക്കും നേരിട്ട് ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരാൻ പ്രയാസമുള്ള പാർട്ടികൾ കാണും, പല ചെറിയ പാർട്ടികളൊക്കെ. പക്ഷേ അങ്ങനെ ചെറുകിട പാർട്ടികൾ 1-2 മാറിയത് കൊണ്ട് കാര്യമില്ല. പ്രധാനപ്പെട്ട ഏതെങ്കിലുമൊക്കെ പാർട്ടികൾ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നാൽ മാത്രമേ അങ്ങനെ ഒരു 2/3 സാധ്യത, അത് വളരെ കുറഞ്ഞ സാധ്യതയാണ് കാണുന്നത്. പക്ഷേ BJP സർക്കാർ ആയതുകൊണ്ട് അത് നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ഇതിനു മുമ്പൊക്കെ ഉണ്ടായിട്ടുള്ള പല ബില്ലുകളുടെ അവതരണ രംഗത്തൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, തമിഴ്നാട്ടിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 23-ാം തീയതി അടുത്ത വ്യാഴാഴ്ചയാണ് തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ്. ബംഗാളിലെ പകുതി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് 23-ാം തീയതി നടക്കുകയാണ്. ഈ 2 സംസ്ഥാനങ്ങളും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ സംസ്ഥാനങ്ങളാണ്. ഏറ്റവും കൂടുതൽ ഈ ബില്ലിനെ എതിർക്കേണ്ട MPമാർ എത്തേണ്ടത് ഒന്ന് DMK ആണ്, 2 തൃണമൂൽ കോൺഗ്രസ് ആണ്. ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെയും DMKയുടെയും MPമാരെല്ലാം കടുത്ത തെരഞ്ഞെടുപ്പ് തിരക്കിൻ്റെ നടുവിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് വേണം ബംഗാളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അവർക്ക് സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിന്ന് 1-2 ദിവസം മാറി നിന്നെങ്കിൽ മാത്രമേ ഈ പറയുന്ന വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയൂ. അവരെ അവിടെ നിന്ന് പൂർണ്ണമായും എത്തിക്കാനൊക്കെ കഴിയണം. ഇതൊക്കെ പ്രധാനമാണ്. എങ്ങനെ ഇത് വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടാൽ പോലും BJPയെ സംബന്ധിച്ചുള്ള ഗുണമൊന്ന് വനിതാ സംവരണത്തെ അട്ടിമറിച്ചു എന്ന തരത്തിലേക്കായിരിക്കും BJP ഇതിന് വ്യാഖ്യാനം നൽകുന്നത്. അല്ലാതെ ഈ മണ്ഡല പുനർനിർണ്ണയത്തെ അട്ടിമറിച്ചു എന്ന തരത്തിലേക്കായില്ല. രണ്ടാമത്തെ ഒരു ഗുണം, പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ഈ സംസ്ഥാനത്ത് പ്രചരണം നയിക്കേണ്ട പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ഡൽഹിയിലേക്ക് വരുത്താനും പ്രചരണ രംഗത്ത് നിന്ന് മാറ്റി നിർത്താനും ഒക്കെ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇന്ത്യയിലെ വനിതകൾക്ക് വേണ്ടി ഒരു നിലപാട് സ്വീകരിക്കുന്നത് BJP ആണ്, കേന്ദ്ര സർക്കാരാണ്. അതിനെ അട്ടിമറിക്കുന്നവരാണ് തമിഴ്നാട് ഭരിക്കുന്ന DMK ആയാലും അല്ലെങ്കിൽ
ബംഗാൾ ഭരിക്കുന്ന TMC ആയാലും നിൽക്കുന്നത്. എങ്ങനെ ഒരു നിലപാട് ഇവർക്ക് തെരഞ്ഞെടുപ്പിന് തൊട്ട് അവസാനത്തെ ദിവസങ്ങൾ വലിയ പ്രചരണായുധമാക്കി തന്നെ എടുക്കാൻ കഴിയും? ഇങ്ങനെ പലതരത്തിലുള്ള ഗുണം ഈ ബില്ല് പാസ്സായാലും ഇല്ലെങ്കിലും BJPയെ സംബന്ധിച്ച് ഇത് നേട്ടമായി തന്നെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു മെഷീനറി, അല്ലെങ്കിൽ അവരത് അങ്ങനെ കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ മറിച്ച് തമിഴ്നാട്ടിലൊക്കെയും ബംഗാളിലുമൊക്കെ മമതാ ബാനർജി സ്റ്റാലിനും അതേ തന്ത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണോ ഇവർ അവർക്ക് അനുകൂലമാക്കി എടുക്കാൻ ശ്രമിക്കുന്നത് അതിനെ ശക്തമായ കേന്ദ്രവിരുദ്ധ ആയുധമാക്കി തന്നെ ഉപയോഗിക്കുന്നു. ഇന്ന് തമിഴ്നാട്ടിലാണെങ്കിൽ കരിങ്കൊടികൾ ഉയർത്തിക്കൊണ്ട് ഇത് ഡൽഹിയും തമിഴ്നാടും തമ്മിലുള്ള പോരാട്ടമാണ്, അതാണ് നടക്കാൻ പോകുന്നത് എന്ന മട്ടിലേക്ക് തമിഴ്നാടിനെ മാറ്റുന്നു. പണ്ട് കരുണാനിധിയൊക്കെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ച ഒരു തന്ത്രം തന്നെയാണ് തമിഴ്നാടിനെതിരെ ഡൽഹിയുടെ നീക്കം, ഹിന്ദിയുടെ നീക്കത്തിനെതിരെയുള്ള നീക്കം. അങ്ങനെ ആക്കി മാറ്റിക്കൊണ്ട് സ്റ്റാലിനും അതേ BJP എന്ത് പൊളിറ്റിക്സ് കളിക്കുന്നോ അതിൻ്റെ 10 മടങ്ങ് തീവ്രമായി തന്നെയാണ് സ്റ്റാലിനും ഉപയോഗിക്കുന്നത്. മമതയും അങ്ങനെ തന്നെയാണ്. മമത നേരിട്ടാണ് ഇതിനെ എതിർക്കുന്നത്. മമത നേരിട്ട് നിന്ന് കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് അത്തരം ഒരു എതിർപ്പ് ഉയർത്തി. ഇത് ബംഗാളികളുടെ അഭിമാനത്തിന് വിഷയമാണ്, അതുകൊണ്ട് ബംഗാളിൽ നിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്ന് മമതയും പറയുന്നു. അപ്പോൾ ഇതിൽ ആരുടെ തന്ത്രമാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നതൊക്കെ വരും ദിവസങ്ങളിലെ അറിയാൻ കഴിയും. പക്ഷേ ഈ ബില്ല് പാസ്സാക്കുക അല്ലെങ്കിൽ ഇന്ത്യയിൽ വനിതാ സമരം നടപ്പാക്കുക എന്നതിനപ്പുറത്തേക്ക് വലിയ പൊളിറ്റിക്കൽ അജണ്ട തന്നെയാണ് നടപ്പാക്കാൻ. ശരി കിരൺ ബാബു, എന്തായാലും ചരിത്രപരമായ നീക്കം എന്ന് തന്നെയാണ് ഇപ്പോൾ NDA ക്യാമ്പുകൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സ്ത്രീകളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ് ബിൽ എന്ന് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനവും വന്നു കഴിഞ്ഞു. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ബിൽ നടപ്പാക്കുവാൻ, അതായത് വനിതാ സംവരണം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ വനിതാ സംവരണ ഭേദഗതി ബിൽ കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് മണ്ഡല പുനർനിർണയത്തിലൂടെ ഭരണഘടനയെ അട്ടിമറിക്കാനും അധികാരം ഉറപ്പിക്കുവാനുമുള്ള നീക്കം കേന്ദ്ര സർക്കാർ വളഞ്ഞ വഴിയിലൂടെ നടത്തുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അടുത്ത 12 മണിക്കൂർ ലോക്സഭ കാണാൻ പോകുന്നത് ചൂടേറിയ വാക്കുതർക്കങ്ങളായിരിക്കും, ചൂടേറിയ വാഗ്വാദങ്ങളായിരിക്കും. 12 മണിക്കൂർ ആണ് ഔദ്യോഗികമായിട്ട് ചർച്ചയ്ക്കായി നൽകിയിട്ടുള്ളത്. എങ്കിലും 18 മണിക്കൂർ വരെ ചർച്ച നീളാം എന്നും സ്പീക്കർ അറിയിച്ചു കഴിഞ്ഞു. നാളെ വൈകിട്ട് ഇന്ന് പ്രധാനമന്ത്രി ലോക്സഭയിൽ സംസാരിക്കുന്നുണ്ട്. നാളെ വൈകിട്ട് 4 മണിക്കാണ് ബില്ലിന്മേൽ ലോക്സഭയിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.